നമസ്കാരം. ഇപ്പോൾ തുഷാർ ഗാന്ധിയാണ് വിഷയം. തുഷാർ ഗാന്ധിയുടെ ചെറുമകൻ എന്നാണ് പറയുന്നത്. ഇദ്ദേഹം ഗാന്ധിയുടെ ചെറുമകനല്ല, ചെറുമകന്റെ മകനാണ്. ഇദ്ദേഹം ഇതിനു മുൻപും പലപ്പോഴും വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിനെതിരെ ബി.ജെ.പിയും RSSും ഒക്കെ പ്രതിഷേധിച്ചതാണ് ഇപ്പോൾ കോൺഗ്രസിന് ഇവിടെ ചില ആളുകൾക്കൊക്കെ സഹിക്കാൻ പറ്റാതായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ് ഇത്. RSSനെതിരെ തുഷാർ ഗാന്ധി നടത്തിയ നിരുത്തരവാദപരവും ആക്ഷേപകരവുമായ പ്രസ്താവനയ്ക്കെതിരെയുണ്ടായ ജനാധിപത്യപരമായ പ്രതിഷേധം. ഒരു സംഘടനയും, ഒരു ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക സംഘടനയും വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് അതിനെ ഇകഴ്ത്തി കാണിക്കുന്ന, അതിനെ മോശമാക്കി കാണിക്കുന്ന രീതിയിലാണ് ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി പ്രസംഗിച്ചത്. തുഷാർ ഗാന്ധിക്ക് എന്താണ് അതിൽ അധികാരം? ഇദ്ദേഹം ഇതിനു മുൻപ് കോൺഗ്രസിന്റെ കൂടെ നിന്നും അതുപോലെ തന്നെ ചില രാജ്യവിരുദ്ധ ശക്തികളുടെ ഒപ്പമൊക്കെ നിന്നു എന്നുള്ള ആരോപണമൊക്കെ നേരിടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി ചിലർ ശ്രമിക്കുന്നത്. എന്തൊക്കെയായാലും ഇത്തരം ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതികരണം തീർച്ചയായിട്ടും RSSും ബി.ജെ.പിയും ഒക്കെ ഇനിയും നടത്തും. അതിനുള്ള അവകാശം ഭരണഘടനാപരമായി ആ സംഘടനകൾക്കുണ്ട്. അത് തുഷാർ ഗാന്ധിയല്ല, ഇനിയിപ്പോൾ ആര് വന്നാലും ഈ PK ഫിറോസ് പറഞ്ഞതുപോലെ, മഹാത്മാഗാന്ധിയുടെ ചെറുമകൻ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞതുപോലെ, ഈ തുഷാർ ഗാന്ധിയുടെ ആരെങ്കിലും ബന്ധുവാണോ രാഹുൽ ഗാന്ധി എന്നൊന്നും നമുക്കറിയില്ല. ഗാന്ധിയെ നിന്ദിച്ചതിന് തുല്യമാണ് എന്നൊക്കെയാണ് VD സതീശൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അഥവാ ജാതിയിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ഒരാൾ മഹാനാകുമോ എന്ന ചോദ്യം അവിടെയുണ്ട്. ഗാന്ധി കുടുംബത്തിൽ ജനിച്ചവരെല്ലാം മഹാന്മാരാണോ? അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ ജനിച്ചവരെല്ലാം മഹാന്മാരാണോ? അവരൊക്കെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിനൊപ്പം നിൽക്കുന്ന ആളുകളാണ്. നെഹ്റു മുതൽ ഇങ്ങോട്ട് ആരും അങ്ങനെ നിന്ന ചരിത്രവുമില്ല. ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഋഷി പരമ്പരയും ആധുനിക വിദ്യാഭ്യാസവും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് മാത്രം, ഒരാളുടെ മകനായി ജനിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ വിഖ്യാതനായ ഒരാളുടെ മകനായി ജനിച്ചത് കൊണ്ട് മാത്രം അയാൾ വിഖ്യാതനാകുന്നില്ല. രണ്ടും രണ്ട് വ്യക്തികളാണ്. ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മഹത്വം മാത്രം അനന്തര തലമുറകളിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുകയും അവരുടെ ചെറുമക്കളുടെ മക്കളും ജന്മനാൽ ഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പൂർണ്ണ അവതാരങ്ങളുമായി മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരാൾ എഴുതിയൊരു കുറിപ്പാണ് കേട്ടോ. മറ്റൊരു മഹാപുരുഷന്റെയും കുടുംബത്തിന് കിട്ടാത്ത പ്രത്യേക ജാത്യാധികാരമാണ് ഇത്. അതാണ് ആധുനിക ലോകത്തെ യഥാർത്ഥ ജാതി. എഴുത്തുകാരൻ എന്നാണ് തുഷാർ ഗാന്ധിയുടെ പ്രശസ്തി. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധ കൃതിയായ ലെറ്റ്സ് കിൽ ഗാന്ധിക്ക് ആമസോണിൽ 10 പേർ പോലും ഇതുവരെ തികച്ച് റിവ്യൂ ഇട്ടിട്ടില്ല. വല്യപ്പൂപ്പന്റെ പേരിൽ കുറെ NGOകൾ നടത്തി എന്നതല്ലാതെ എന്താണ് തുഷാർ ഗാന്ധിയുടെ സംഭാവന? വേറെ എന്താണ് അദ്ദേഹം സ്വന്തം പ്രൊഫൈലിൽ എഴുതി ചേർത്തിട്ടുള്ളത്? എന്താണ് ഇവരുടെയൊക്കെ വരുമാന മാർഗം? ഇസ്ലാമിക തീവ്രവാദ സംഘമായ ഹമാസിന്റെ സിംപതൈസേഴ്സ് ചേർന്ന് രൂപം കൊടുത്ത റിട്ടേൺ ടു പാലസ്റ്റീൻ എന്ന പ്രചരണ സംഘത്തിന്റെ അംബാസിഡർ എന്നതാണ് തുഷാർ ഗാന്ധിയുടെ ഒരു അഡ്രസ്. ഇവിടെ ആഗോള ഭീകര സംഘടനയുടെ കൂടെ നിൽക്കുന്നതാണ് തുഷാർ ഗാന്ധിയുടെ അഡ്രസ്. അതുപോലെ ഹമാസിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ ഇസ്ലാമിസ്റ്റുകൾ ചെയ്ത പണി ഇതൊക്കെ തന്നെയാണ്. 10,000-കണക്കിന് നിരപരാധികളെ കൊന്നുതള്ളിയ തീവ്രവാദ സംഘടനയായ ഹിസ്ബുള്ളയുടെ തലവൻ സയ്യദ് ഹസൻ നസ്രള്ള ഇസ്രായേലിന്റെ പ്രത്യാക്രമണത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അതിനെ അപലപിച്ച ഗാന്ധിയൻ അഹിംസാവാദി കൂടിയാണ് ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്ന ഗാന്ധി. കേരളവും പലസ്തീനുമാണ് ടിയാന്റെ സാന്നിധ്യത്താൽ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട പ്രദേശങ്ങൾ. പത്രങ്ങൾ പറയുന്നത് ഗാന്ധിയുടെ ചെറുമകനാണ് തുഷാർ ഗാന്ധി എന്നാണ്. അദ്ദേഹം എന്നാൽ ഗാന്ധിയുടെ ചെറുമകന്റെ മകനാണ്. ഗാന്ധിജിയുടെ മകൻ മണിലാൽ ഗാന്ധിയുടെ മകൻ അരുൺ, മണിലാൽ ഗാന്ധിയുടെ മകൻ തുഷാർ, അരുൺലാൽ, മണിലാൽ മഹാത്മാഗാന്ധി. വെറും ജന്മം കൊണ്ട് നേടിയെടുത്ത ജാതി മഹത്വത്തെ വിപണനം ചെയ്ത് ജീവിക്കുന്ന ഇദ്ദേഹത്തെ പോലെ ഉള്ളവരെ വർക്കല ശിവഗിരിയിലൊക്കെ ക്ഷണിച്ചു വരുത്തി ആദരിക്കുന്നത് തന്നെ ശ്രീനാരായണ ഗുരുവിന്റെയും ഗാന്ധിജിയുടെയും ആദർശങ്ങൾക്ക് വിരുദ്ധമല്ലേ എന്ന് ചോദിക്കുന്നു. പകരം സത്യവും ധർമ്മവും അഹിംസയും ജീവിതത്തിൽ പകർത്തിയ ഏതെങ്കിലും ഒരു മനുഷ്യനെ ക്ഷണിച്ചിരുന്നെങ്കിൽ അതിന് അർത്ഥമുണ്ടാകുമായിരുന്നു എന്ന് ഈ കുറിപ്പ് പറയുന്നു. രാഹുൽ ഗാന്ധിയെ വിമർശിച്ചാൽ അത് നെഹ്റു നിന്ന, തുഷാറിനെ വിമർശിച്ചാൽ അത് ഗാന്ധി നിന്ന. തമ്പുരാൻ എന്നും പ്രിൻസ് എന്നും ഒക്കെ കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന മലയാളിക്ക് തുഷാർ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ മഹാന്മാർ. രണ്ടും ഒരേ ജാതി പ്രിവിലേജ് അല്ലേ സാർ? ഇന്ത്യയിൽ വേറൊരിടത്തും നയാ പൈസയുടെ വില പോലുമില്ലാത്ത ഇത്തരം ആധുനിക ജാതി കോമരങ്ങളെ ആഘോഷിക്കുന്ന ഏർപ്പാടിന് ഒരു അവസാനമില്ലേ? ഇത്തരത്തിൽ അച്ഛൻ ആനപ്പുറത്ത് കയറിയത് കൊണ്ട് മകന്റെ മകനോ തഴമുണ്ടാകുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഇവിടെ അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്കാണ് വില നൽകേണ്ടത്. മഹാത്മാഗാന്ധി ചെയ്ത പ്രവൃത്തിക്ക് ചെറുമകന്റെ മകന് എങ്ങനെ ആ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ഒരു മഹത്തരമായ ആ ഒരു പദവി ലഭിക്കുമെന്ന് ചോദിക്കുന്നു. ഇപ്പോൾ ഒരു വിഖ്യാതനായ വ്യക്തി, രാഷ്ട്രീയ നേതാവാകട്ടെ, പൊതുപ്രവർത്തകനാകട്ടെ, അല്ലെങ്കിൽ ഒരു വലിയ ചിന്തകനാകട്ടെ, അയാളുടെ മകന്റെ മകൻ ഒരു കൊള്ളക്കാരനായി മാറിയാൽ, അല്ലെങ്കിൽ ഒരു തട്ടിപ്പുകാരനായി മാറിയാൽ, തീവ്രവാദിയായി മാറിയാൽ, കൊലപാതകിയായി മാറിയാൽ, ആ അപ്പൂപ്പന്റെ പ്രിവിലേജ് വെച്ച് അപ്പൂപ്പൻ മഹാനായിരുന്നു, അതുകൊണ്ട് ഇയാളെ ശിക്ഷിക്കണ്ട എന്ന് ഇന്ത്യൻ ഭരണഘടനയോ ഇന്ത്യൻ പീനൽ കോഡോ പറയുന്നു? ഒരിക്കലുമില്ല. ഇവിടെ പ്രതിഷേധിക്കാനുള്ള അവസരം എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും RSS ആയാലും BJP ആയാലും കോൺഗ്രസ് ആയാലും CPM ആയാലും ലീഗ് ആയാലും ആർക്ക് വേണമെങ്കിലും പ്രതിഷേധിക്കാം, പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്താം. അതിനുള്ള അവകാശം നമുക്ക് നമ്മുടെ ഭരണഘടന തരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘം എന്ന പ്രസ്ഥാനത്തെ വളരെ മോശം ഭാഷയിൽ
വിമർശിക്കുകയും അതുപോലെ തന്നെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്ത വ്യക്തി ഏതായാലും അതിന് കൃത്യമായി തന്നെ മറുപടി പറയേണ്ട ഉത്തരവാദിത്വം RSSന്റെയും BJPയുടെയും പ്രവർത്തകർക്കുണ്ട്. അവർ അത് ശക്തമായി തന്നെ ചെയ്യും, ശക്തമായി പ്രതിഷേധിക്കാനുള്ള അവസരം തുഷാർ ഗാന്ധിക്കെതിരെയാണ്, അതുകൊണ്ട് നടക്കില്ല എന്നൊന്നും പറയാനുള്ള അധികാരമൊന്നും VD സതീശനുമില്ല, CPMന്റെ ആളുകൾക്കുമില്ല, മുഖ്യമന്ത്രിക്കുമില്ല, ആർക്കുമില്ല. ഇവിടെ പ്രതിഷേധങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. പ്രതിഷേധങ്ങളിലൂടെ വിപ്ലവം ഉണ്ടാകൂ എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ BJPയോ RSSോ പ്രതിഷേധിച്ചപ്പോൾ അയ്യോ തുഷാർ ഗാന്ധിയെ പ്രതിഷേധിച്ചേ, തുഷാർ ഗാന്ധിയെ അങ്ങനെ ചെയ്യാൻ പാടില്ലേ, അയാൾ ഗാന്ധിജിയുടെ ചെറുമകനാണ്, ആരാണ് എന്താണെന്ന് പോലും അറിയാൻ മേലാതെയാണ് ഓരോരുത്തർ പ്രതികരിക്കുന്നത്. ഇനിയിപ്പോൾ തുഷാർ ഗാന്ധിയല്ല, ഇനിയിപ്പോൾ എത്ര വലിയ ഗാന്ധി വന്നാലും ശരി, അല്ലെങ്കിൽ എത്ര വലിയ നെഹ്റു വന്നാലും ശരി, എത്ര വലിയ വ്യക്തിത്വങ്ങൾ വന്നാലും ശരി, എത്ര വലിയ അടൽ ബിഹാരി വാജ്പേയികളായാലും നരേന്ദ്രമോദി ആയാലും പ്രതിഷേധിക്കാനുള്ള അവകാശം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അത് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. അത് ആർക്കെതിരെയായാലും തീർച്ചയായിട്ടും പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നു വരേണ്ടത് ഈ വർത്തമാനകാല ജനാധിപത്യ സംസ്കൃതിയുടെ ആവശ്യമാണ് എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കോൺഗ്രസ്സുകാർക്ക് കൊള്ളാം. തുഷാർ ഗാന്ധിയെ എടുത്ത് തലയിൽ പൊക്കി വെച്ചാൽ കുറെ പേർ അത് ഗാന്ധിയുടെ ചെറുമകനായതുകൊണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കും എന്നുള്ള മിഥ്യാധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അതങ്ങ് കയ്യിൽ വെച്ചാൽ മതി. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.